അപ്പൊ നമുക്ക് നോക്കാല്ലേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ത്രിപുരയിലും ബി.ജെ.പിയിലും CPM നേതാക്കന്മാർ പോയില്ലേ എന്നാണ് ഇവർ പറയുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഞാൻ കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ. സംഭവാമി യുഗേ യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അങ്ങേക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോയിട്ടുള്ള ഒരു 5 CPM നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടുമ്പോൾ അങ്ങൊന്ന് പറഞ്ഞു തരണം. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. മർമു എന്ന് പറയുന്ന MLA 2001 മുതൽ 2019 വരെ MLA ആയിരുന്നു. അദ്ദേഹം ബി.ജെ.പിയിൽ പോകുമ്പോൾ MB ആയി മത്സരിച്ചു. ഇപ്പൊ MB ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് CPM-ന്റെ MLA ആണ്, രാജിവെച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. എന്റെ തന്തയ്ക്ക് വിളിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് മറുപടി പറയണം. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹവും തമ്മിൽ വിവരം കെട്ടവനെ ഞാൻ മറ്റേ പണിക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് ഏത് പണിക്കാ വന്നിരുന്നത് ഞാൻ പറഞ്ഞു. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.